10 ദിവസത്തെ ദുഃഖാചരണത്തിന് ശേഷം ഇന്ന് ഇന്ത്യൻ സമയം ഏകദേശം 3:30 വെസ്റ്റ്മിൻസ്റ്റർ അബ്ബേയിൽ അന്ത്യവിശ്രമം കൊള്ളാനൊരുങ്ങുന്ന ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവരുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുകയാണ്. വെസ്റ്റ്മിൻസ്റ്റർ ഹാളിൽ വച്ചിരിക്കുന്ന ശവമഞ്ചത്തിൽ ആയിരങ്ങളാണ് ആദരങ്ങൾ അർപ്പിക്കാനെത്തിയത്. എല്ലാവർക്കും അമൂസ് ട്രാവലോഗിലേക്ക് സ്വാഗതം. ബ്രിട്ടൻ്റെ തലപ്പൊക്കത്തേക്കാൾ എന്നും ഉയരത്തിൽ നിലകൊണ്ട വ്യക്തിത്വം, അതായിരുന്നു ഒരു യുഗത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് 2022 സെപ്റ്റംബർ 9 അന്തരിച്ച ബ്രിട്ടനിലെ രാജ്ഞി എലിസബത്ത്. 70 വർഷവും 214 ദിവസവും ബ്രിട്ടൻ്റെയും 14 കോമൺവെൽത്ത് രാജ്യങ്ങളുടെയും രാജ്ഞിയായി വിരാജിച്ച ശേഷമാണ് എലിസബത്ത് വിടവാങ്ങുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകത്തിൻ്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നേതാവ്. വിൻസ്റ്റൺ ചർച്ചിൽ മുതൽ കഴിഞ്ഞ ബാൽമോറൽ കൊട്ടാരത്തിലെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ രാജ്ഞി ഔദ്യോഗികമായി നിയമിച്ച ലിസ് ട്രസ് വരെ 15 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരെ സ്ഥാനമേറ്റിയ രാജ്ഞി. അവരുടെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. വിവിധ കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്റ്റാമ്പുകൾ, ബാങ്ക് നോട്ടുകൾ, നാണയങ്ങൾ എന്നിവയിൽ ആലേഖനം ചെയ്യപ്പെടുകയും ജനപ്രിയ സംസ്കാരത്തിൽ അനശ്വരയാകുകയും ചെയ്ത ഒരേയൊരു ഭരണാധിപ. അവരുടെ ജീവിതം സാഹിത്യം, കല, TV, സിനിമ എന്നിവയിൽ പലതവണ നാടകീയമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയത് നെറ്റ്ഫ്ലിക്സിലെ ദി ക്രൗൺ, രാജ്ഞിയുടെ ജീവിതത്തിൻ്റെ വ്യക്തിപരവും രാഷ്ട്രീയവുമായ ഒരു ചിത്രീകരണം എന്ന സീരീസാണ്. ഇപ്പോൾ തരംഗമായിരിക്കുന്ന ഈ ഷോയുടെ നിർത്തിവെച്ച ഷൂട്ടിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് ഡ്യൂക്ക് ഓഫ് യോർക്ക് രാജാവായി തീർന്ന ആൽബർട്ട് ഫ്രെഡറിക് ആർതർ ജോർജിൻ്റെയും ഡച്ചസ് ഓഫ് യോർക്കായ എലിസബത്തിൻ്റെയും മകളായി 1926 ഏപ്രിൽ 21 ലണ്ടനിലെ മേ ഫെയറിലുള്ള വസതിയിൽ എലിസബത്ത് ജനിച്ചു. എലിസബത്ത് അലക്സാണ്ട്ര മേരി വിൻസർ എന്നായിരുന്നു പൂർണ്ണനാമധേയം. മെയ് 29 ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ ഒരു സ്വകാര്യ ചാപ്പലിൽ വെച്ചാണ് ഈ നാമകരണം ചെയ്തത്. ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഇളമുറക്കാരി പോലുമല്ലാതിരുന്ന കാലത്ത് പ്രിൻസസ് ലിലിബറ്റ് എന്ന പേരിൽ 1929 ഏപ്രിലിലെ ടൈംസ് മാഗസീനിൽ അവരുടെ മുഖചിത്രം വന്നു. കാലം എന്ന ടൈം മുൻകൂട്ടി കണ്ട ചരിത്രനിയോഗമായിരിക്കാം അത്. അതിനുശേഷം അനേകം തവണ അവർ ടൈം മാഗസിൻ്റെ കവർ ചിത്രത്തിൽ ഇടം പിടിച്ചു. 10-ാം വയസ്സിൽ പിതാവ് രാജാവായി തീർന്നപ്പോൾ അവർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ രാജകുമാരിയായി അവരോധിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന വൈസ്രോയി ലൂയിസ് മൗണ്ട് ബാറ്റൻ്റെ അനന്തരവനായ ഗ്രീക്ക് രാജകുമാരനും നേവി ലഫ്റ്റനൻറ്റുമായ ഫിലിപ്പ് മൗണ്ട് ബാറ്റനുമായി 13-ാം വയസ്സിൽ തുടങ്ങിയ പ്രണയം 1947 നവംബർ 20 ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ വെച്ച് വിവാഹത്തോടെ പൂവണിഞ്ഞു. പ്രിൻസ് ചാൾസ്, പ്രിൻസസ് ആൻ, പ്രിൻസ് ആൻഡ്രൂ, പ്രിൻസ് എഡ്വേർഡ് ഇങ്ങനെ 4 മക്കൾ അവർക്ക് ജനിച്ചു. അവരുടെ ഭർത്താവ് ഫിലിപ്പ് 2021 ഏപ്രിൽ 9 നിര്യാതനായി. വിൻസർ കുടുംബത്തിലെ രാജപദവിയിലെത്തിയ 40-ാമത്തെ വ്യക്തിയാണ് എലിസബത്ത്. 1952 ഫെബ്രുവരി 6 പിതാവ് ജോർജ് 6-ാമൻ്റെ മരണശേഷം 25-ാമത്തെ വയസ്സിൽ എലിസബത്ത് രാജ്ഞി സിംഹാസനം നേടി. എങ്കിലും 1953 ജൂൺ 2 ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ അബ്ബേയിൽ രാജ്ഞിയുടെ കിരീടധാരണം നടന്നത്. 20-ാം നൂറ്റാണ്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബ്രിട്ടീഷ് കിരീടധാരണമായിരുന്നു ഇത്. ഈ ചടങ്ങിന് ഏകദേശം $1.57 ദശലക്ഷം ചിലവ് വന്നതായി കണക്കാക്കുന്നു. ആദ്യമായി പൂർണ്ണമായും ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത കിരീടധാരണമായിരുന്നു ഇത്. ഏറ്റവും അധികകാലം ബ്രിട്ടീഷ് സാമ്രാജ്യം കൈയാളിയിരുന്നു എന്നത് മാത്രമല്ല അവരുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്നത്. ലോകത്തിൻ്റെ പ്രിയപ്പെട്ട മുഖവുമായി രാജ്ഞി മാറി. സൗമ്യതയും പുഞ്ചിരിയുമായി തനിക്ക് മുമ്പിലുള്ളവരെ നേരിട്ട ഒരു ഭരണാധികാരിയായിരുന്നു അവർ. ലോകത്ത് ഒരു രാജ്ഞിയും ഇത്രയധികം സ്നേഹിക്കപ്പെട്ടിട്ടുണ്ടാവില്ല.
ബ്രിട്ടൻ്റെ കോളനികളായിരുന്ന രാജ്യങ്ങളിലെയും കോമൺവെൽത്ത് രാജ്യങ്ങളിലെയുമൊക്കെ ഓരോ മാറ്റങ്ങൾക്കും ബക്കിംഗ്ഹാം കൊട്ടാരത്തിലിരുന്ന് രാജ്ഞി സാക്ഷ്യം വഹിച്ചു. അവരെല്ലാം രാജ്ഞിയെ സ്നേഹിച്ചിരുന്നു. നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള മുഴുവൻ പ്രധാനമന്ത്രിമാരുടെയും വരവ് അവർക്ക് കാണാനായി. യുദ്ധങ്ങൾ, രാജാധികാരം അവസാനിപ്പിക്കൽ, ജനാധിപത്യം അട്ടിമറിക്കൽ, അധികാര കൈമാറ്റങ്ങൾ, അട്ടിമറികൾ. ആധുനിക കാലഘട്ടത്തിലെ എല്ലാ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും നിശബ്ദ സാക്ഷ്യമാകാൻ എലിസബത്ത് രാജ്ഞിക്കായി. എങ്കിലും അധികാര കസേരയിലെ രാജ്ഞിയുടെ തീരുമാനമൊന്നും വിവാദമായി മാറിയില്ല എന്നത് അവരെ ശ്രദ്ധേയയാക്കുന്നു. അവരുടെ വിശേഷങ്ങൾ അറിയുന്ന ഒരു ചെറിയ വീഡിയോ കൂടി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിക്കുകയാണ്. അത് എനിക്ക് കിട്ടിയ ഒരു വീഡിയോയുടെ മലയാള ആവിഷ്കാരം നടത്തിയതാണ്. ആഢ്യത്വം തുളുമ്പുന്ന മുഖവുമായി ക്വീൻ എലിസബത്ത്. എന്തെല്ലാം സ്ഥാനമാനങ്ങളും കഴിവുകളുമാണ് അവർക്കുണ്ടായിരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഉടമയായിരുന്ന അവർക്ക് 6.6 ബില്യൺ ഏക്കേഴ്സ് ഭൂമിയുണ്ടായിരുന്നു. 16 രാജ്യങ്ങളിലെ രാജ്ഞി. അധികം അധികാരവും സ്വാധീനശക്തിയുമുള്ള വ്യക്തിത്വമായിരുന്നു അവർ. യുകെയുടെ 3 മൈൽ ഡോൾഫിനുകളും മിംഗലങ്ങളും തേംസ് നദി ഇനങ്ങളും അവരുടേതായിരുന്നു. വാഹനമോടിക്കുന്നതിന് അവർക്ക് ലൈസൻസിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം എല്ലാ ലൈസൻസും അനുവദിച്ചു കൊടുത്തത് അവരുടെ പേരിലായിരുന്നു. അവർക്കൊരു പാസ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അവർക്ക് സ്വന്തം ആവശ്യത്തിനായി ബക്കിംഗ്ഹാം പാലസിൻ്റെ ഉള്ളിൽ ഒരു ATM പ്രവർത്തിച്ചിരുന്നു. രാജ്ഞിയാണെങ്കിലും ചിലപ്പോൾ വിരസ വരെ ഡിസ്മിസ് ചെയ്യാനും ഉള്ള അധികാരം അവർക്കുണ്ടായിരുന്നു. മറ്റു രാജ്യങ്ങളുമായി യുദ്ധപ്രഖ്യാപനം നടത്താനുള്ള അവകാശം രാജ്ഞിയിൽ മാത്രം നിക്ഷിപ്തമായിരുന്നു. ഏറ്റവും വലിയ അധികാര കേന്ദ്രങ്ങളിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തം വന്നു ചേരുന്നു എന്നുള്ള വസ്തുത ശരിക്കും മനസ്സിലാക്കിയ ആ മഹനീയ വ്യക്തിത്വം ഒരിക്കലും അവരുടെ ഉത്തരവാദിത്തബോധത്തിൽ നിന്നും വ്യതിചലിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അവരെ ലോകത്തിൻ്റെ പ്രിയങ്കരിയാക്കി മാറ്റിയത്. ഉള്ള ഒരു യുഗപ്രഭാവം ഇനി ഈ ലോകത്ത് ഉണ്ടാവുക അസാധ്യമാണ് എന്ന് തന്നെ പറയാം. രാജ്ഞിയുടെ യഥാർത്ഥ ജന്മദിനം ഏപ്രിൽ 21-നാണെങ്കിലും അവരുടെ ഔദ്യോഗിക ജന്മദിനമായി ആഘോഷിക്കുന്നത് ജൂണിലെ 2-ാം ശനിയാഴ്ചയാണ്. രാജ്യഭരണത്തിലിരിക്കുന്ന വ്യക്തിയുടെ ജന്മദിനം രാജ്യത്തുള്ളവർ മുഴുവൻ ആഘോഷിക്കണമെന്നാണ് ആ കൊട്ടാരത്തിലെ നിയമം. അതുകൊണ്ട് ജൂൺ മാസത്തിലെ കാലാവസ്ഥയിൽ അവരുടെ ഔദ്യോഗിക ജന്മദിനം ആഘോഷിക്കുന്നു. പറഞ്ഞപ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വന്നത്. ശശിയേട്ടൻ ജോലി ചെയ്തിരുന്നത് എംബസിയിലാണ്, UAE-യിലെ UK എംബസിയിൽ. UK അംബാസഡറുടെ അലൈനിൽ ഉള്ള വസതിയിൽ വെച്ച് എംബസി ഒഫീഷ്യൽസിനും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കുമായി റാണിയുടെ ജന്മദിനാഘോഷം മാർച്ച് അവസാനമോ ഏപ്രിലോ വിപുലമായ രീതിയിൽ പല വർഷങ്ങളിലും ആഘോഷിച്ചിട്ടുണ്ട്. അതെല്ലാം മറക്കാൻ കഴിയാത്ത ഓർമ്മകളാണ്. രാജ്ഞിയെയും ഭർത്താവായ ഫിലിപ്പ് രാജകുമാരനെയും നേരിൽ കണ്ടിട്ടുണ്ട് എന്നും ഫിലിപ്പ് രാജകുമാരനുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നെല്ലാം ശശിയേട്ടൻ ഇടയ്ക്കിടെ പറയാറുണ്ട്. ചാൾസ് രാജകുമാരനെയും ഡയാനയെയും നേരിൽ കാണാൻ എനിക്കും അവസരം കിട്ടിയിട്ടുണ്ട്. അവരുടെ പ്രിയപ്പെട്ട വേനൽക്കാല വസതിയായ വിൻഡ്സർ കാസിലും ലണ്ടൻ ടവർ പാലസും ബക്കിംഗ്ഹാം പാലസും സന്ദർശിക്കാൻ കഴിഞ്ഞതും
നമ്മുടെ നാട്ടിൽ നിന്നും കൊണ്ടുപോയ മയൂര സിംഹാസനവും കോഹിനൂർ രത്നവും കാണാൻ കഴിഞ്ഞതും ലണ്ടനിലെ മാഡം തുസാഡ് വാക്സ് മ്യൂസിയത്തിൽ വെച്ച് രാജ്ഞിയുടെ പ്രതിമയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തതും ജീവിതത്തിലെ മറക്കാനാകാത്ത നിമിഷങ്ങളാണ്. പ്രിയപ്പെട്ട വേനൽക്കാല വസതിയായ വിൻസർ കാസിലാണ് ഇന്നു മുതൽ അവരുടെ നിത്യനിദ്ര. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം റാണി പദവിയിലെത്തിയ അവർ ഇന്ത്യയുമായി ഊഷ്മളമായ ബന്ധം സ്ഥാപിച്ചിരുന്നു. അവരുടെ കിരീടധാരണത്തിന് ജവഹർലാൽ നെഹ്റു പങ്കെടുത്തിരുന്നു. നെഹ്റു മുതൽ മോദി വരെയുള്ള പ്രധാനമന്ത്രിമാരുമായി അവർ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. 3 തവണയാണ് അവർ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വതന്ത്രമായ ശേഷം ആ രാജ്യത്തിൽ നിന്നും ഇന്ത്യയിലെത്തുന്ന ആദ്യ വിശിഷ്ട വ്യക്തിയായി 1961 ജനുവരി 21 അവർ ഡൽഹിയിലെത്തി. വിശിഷ്ടാതിഥിയായി ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കെട്ടിടങ്ങളും തുറന്ന കാറിലാണ് അവർ പലയിടത്തും സഞ്ചരിച്ചത്. കാശിയിലെത്തിയ അവർ അവിടുത്തെ രാജാവുമായി ആനസവാരി നടത്തി. 1983 അന്നത്തെ രാഷ്ട്രപതി സെയിൽ സിംഗിൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ രാജ്ഞി രാഷ്ട്രപതി ഭവനിലാണ് താമസിച്ചത്. മദർ തെരേസയ്ക്ക് ഓണററി ഓർഡർ ഓഫ് മെറിറ്റ് അന്നവർ സമ്മാനിച്ചിരുന്നു. രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന 1997 അവർ അവസാനമായി ഇന്ത്യയിലെത്തിയത്. അന്ന് അവർ അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് സ്മാരകം സന്ദർശിച്ചിരുന്നു. തുടർന്ന് അവർ ഇങ്ങനെ പറഞ്ഞു: ഭൂതകാലത്ത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ദുഃഖകരമായ സംഭവങ്ങൾ നടന്നുവെന്നത് രഹസ്യമല്ല. ജാലിയൻ വാലാബാഗ് ഇതിന് ഉദാഹരണമാണ്. ജാലിയൻ വാലാബാഗ് സ്മാരകത്തിൽ ശിരസ്സ് കുനിച്ച് അവർ റീത്ത് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ ബ്രിട്ടൻ മാപ്പ് പറയണമെന്ന ആവശ്യം ഉയരുന്നതിനിടെ ആയിരുന്നു ഇത്. രാഷ്ട്രപതി നാരായണനോടൊപ്പം അവർ മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളിയിലും ഫോർട്ട് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലും ഫിഷർമെൻ കോളനിയിലും എത്തിയിരുന്നു. അന്നവർ സ്ഥാപിച്ച ശിലാഫലകം ഇന്നും കോളനിയിലുണ്ട്. പല വീടുകളും അന്ന് രാജ്ഞി സന്ദർശിച്ചിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. വാസ്കോഡ ഗാമയുടെ ശവകുടീരം കാണാൻ വേണ്ടി സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലും എത്തിയിരുന്നു. ഇന്ത്യയുമായി എന്നും ഊഷ്മളബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന അവർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ആർ വെങ്കട്ടരാമൻ, പ്രതിഭാ പാട്ടീൽ എന്നിവർക്ക് ആതിഥ്യമരുളിയിട്ടുണ്ട്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധത്തിന് ദീർഘകാലത്തെ ചരിത്രമാണുള്ളതെന്നും 20ാം നൂറ്റാണ്ടിന് യോജിക്കും വിധത്തിലുള്ള സഹകരണം മെച്ചപ്പെടുത്താൻ ശക്തമായ അടിത്തറയുള്ളതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും എലിസബത്ത് രാജ്ഞി പ്രസ്താവിച്ചിരുന്നു. സമാനതകളില്ലാത്ത ഈ രാജ്ഞിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. ആദരസൂചകമായി ഞായറാഴ്ച സെപ്റ്റംബർ 11 ഇന്ത്യ മുഴുവൻ ദുഃഖാചരണം നടത്തിയിരുന്നു. 500 ലോക നേതാക്കൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പങ്കെടുക്കുന്നു.